അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് നിർവാണൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ഇതാ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീൻ വലിയ മീൻ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ വലിയ മീനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ഇട്ടെടുത്തിട്ട് നമ്മൾ മീൻ മസാല തേച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല പോലെ ഫ്രൈ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായി വരുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു മൺചട്ടി എടുക്കുക. വലിപ്പമുള്ള മൺചട്ടീനെ എടുക്കാൻ നോക്കാം. പിന്നെ ഇതാ ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക. ഇതുപോലെ ഒന്ന് കുണ്ടായിട്ടൊന്ന് ഇറക്കി വെക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീനുണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തി കൊടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ എടുക്കാം. പിന്നെ ഇതാ ഇതിൽ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീനാണ്, അപ്പോൾ അതിലും ഉണ്ടാവും ഉപ്പ്. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെന്ത് ചെയ്യും, വാഴൻ്റെ ഇല ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. മുകളിൽ ഒന്ന് വാഴൻ്റെ ഇല വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിള വരും. ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ നല്ല തിളച്ചെന്ന് വെച്ചിട്ട് പിരിഞ്ഞൊന്നും പോകില്ല, ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം പിന്നെ നമ്മൾ മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ആ വാഴൻ്റെ ഇല ഉപയോഗിച്ചിട്ടൊന്ന് മൂടി വെക്കണം. അങ്ങനെ ഇതാ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫിഷ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഫിഷ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളൊരു ഐറ്റംസ് തന്നെയാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.